ഹലോ ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. നിഫ്റ്റി ഒരു റിമാർക്കബിൾ റിക്കവറിയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ 23,556 23,750 ജസ്റ്റ് 11 മണിയാകുമ്പോൾ എത്തി. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 200 പോയിന്റ് റിക്കവറി നിഫ്റ്റി ചെയ്തു. അതിൽ പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത റിലയൻസ്, പിന്നെ എനർജി സ്റ്റോക്സ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ലൈക്ക് റിലയൻസ്, ONGC, കോൾ ഇന്ത്യ, അഡാനി ടോട്ടൽ ഗ്യാസ്, അഡാനി ഗ്രീൻ എനർജി. So ഇതുപോലുള്ള all energy stocks are doing well. So that is one of the reason Nifty is holding. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നിഫ്റ്റി ഇന്ന് ഇറ്റ് വോണ്ട് ക്രോസ് ബിലോ 23,500. സോ നിഫ്റ്റി ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത്. So that is what I want to say. But is it time to buy? That is also market is not giving a clear signal because of the Middle East tension. Another പ്രശ്നം ഈ റുപ്പീൻ്റെ കണ്ടിന്യൂസ് ഫോൾ, ദാറ്റ് ഈസ് 92.3 ഇന്ന് റുപ്പി വന്നു. ഓയിൽ $100 മുകളിൽ ഇന്ന് പോയി. FIS ഹ്യൂജ് സെല്ലിംഗ് മാർക്കറ്റിൽ വരുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ വലിയൊരു പ്രശ്നം. പക്ഷേ ദർ ആർ ബാങ്ക്സ് ലൈക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതുപോലുള്ള ബാങ്ക്സിനൊന്നും ഈ ഓയിലും ഇതായിട്ടൊന്നും ഇല്ലാത്ത സ്റ്റോക്കാണ്. പക്ഷേ ഇന്നിപ്പം എൻ്റെ അപ്പുറത്ത് പറയുക വെച്ചാൽ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന, ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഒരു തരത്തിലുള്ള ഇൻഫ്ലേഷൻ, ഇന്ത്യയിൽ ഓൾറെഡി ഇൻഫ്ലേഷൻ അല്ല സ്റ്റാഗ്ഫ്ലേഷനാണ്. സോ ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് വരും, പിന്നെ ഇൻഫ്ലേഷൻ കൂടും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് മിക്കവാറും സിറ്റീസിൽ റിക്ഷകളും ഇതൊക്കെ ഓടുന്ന ഗ്യാസിലാണ്. ആൻഡ് ഗ്യാസ് വെൽഡിങ് ഷോപ്സിലൊക്കെ ഗ്യാസ് വളരെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനെ മെനി ഏരിയാസ് ഗ്യാസ് ഈസ് യൂസിങ്. സോ ഹോട്ടൽ ഇൻഡസ്ട്രി മെയിൻലി ആൻഡ് ഹൗസ് ഹോൾഡ് കുക്കിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ്. സോ ഇന്ത്യനെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ഇഫ് ഇന്ത്യ ഡസൻറ്റ് മൂവ് ടു ഓൾട്ടർനേറ്റീവ് എനർജി ലൈക്ക് സോളാർ എനർജി ഓർ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ വി ഷുഡ് ഹാവ് എൻ ഓപ്ഷൻ, ബിക്കോസ് വി കനോട്ട് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ഫോസിൽ ഫ്യൂവൽ. ആൻഡ് ദിസ് ഫോസിൽ ഫ്യൂവൽ ഈസ് കമ്മിങ് ഫ്രം most of the uncertain areas like Middle East countries. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വരാൻ പോകുന്നത് പിന്നെ ഐ തിങ്ക് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൺ. കാരണം പിന്നെ ഇതൊരു റിലീജിയസ് വാറായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം ഇപ്പോൾ ഇവർ പറയുന്ന ഇതിപ്പോൾ ഒരു റിലീജിയസ് വാറായി മാറിക്കഴിഞ്ഞാൽ ആക്ച്വലി ദോസ് പീപ്പിൾ, ഈ കമാനിയും അയാളെ ഫാമിലിയും അയാളെ മകൻ്റെ ഭാര്യ ഇവരൊക്കെ മാർട്ടിഡം ചെയ്താണ്. ഇത് മാർട്ടിഡം എന്ന് വെച്ചാൽ അവർ ഇസ്ലാമിൽ പറയുന്ന ഒരു ഷഹീദ് എന്നാണ് പറയും. ഷഹീദ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇറാൻ്റെ കയ്യിൽ ഷഹീദ് ഡ്രോൺസ്, അതുപോലെ അമേരിക്കൻ്റെ കയ്യിൽ പാട്രിയോട്ട് മിസൈൽസ്. സോ ഈ മാർട്ടിഡം ഈസ് ഒരു റിലീജിയസ് വാറാണ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഓയിൽ വാർ. സോ ഇറ്റ് ഷുഡ് നോട്ട് മൂവ് ടു എ റിലീജിയസ് വാർ. അതാണ് എനിക്കൊരു പേടി. കാരണം ദെൻ ഇറ്റ് വിൽ